സർക്കാർ ജീവനക്കാർ സ്വത്ത് വിവരം ഡിക്ലെയർ ചെയ്യണം. സർക്കാരിൻ്റെ പുതിയ ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നു. പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെൻറ്റ് എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും അതാത് വർഷം ജനുവരി 15-നകം പ്രീവിയസ് വർഷത്തെ പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെൻറ്റ് ഡിക്ലെയർ ചെയ്യണമെന്ന് പുതിയ ഓർഡർ സർക്കാർ ഇറക്കിയിരിക്കുന്നു. ഇത് നേരത്തെ മുതൽ നിലവിലുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ സർവീസിൽ കയറുന്ന കാലഘട്ടത്തിൽ പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം. പക്ഷേ ആരും ആ സർക്കാർ ഉത്തരവ് അനുസരിക്കാറില്ല. ഒരു വിജിലൻസ് കേസോ അല്ലെങ്കിൽ ഒരു പ്രതിസ്ഥാനത്ത് വരുമ്പോൾ അല്ലെങ്കിൽ ഡിസ്പ്രൊപ്പോർഷനേറ്റ് അസറ്റ് സ്വത്ത് അമിതമായി ഏതെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥന് ഉണ്ടാക്കി എന്ന് തോന്നിയാൽ അല്ലെങ്കിൽ ഒരു ട്രാപ്പ് കേസ് മണി ട്രാപ്പ് കേസിനകത്ത് പെടുമ്പോഴും അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് ഈ പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെൻറ്റ് എല്ലാ വർഷവും കൊടുത്തിരുന്നോ എന്നുള്ള കാര്യം വിജിലൻസ് അന്വേഷിക്കുന്നത്. അന്നേരമാണ് അതേപ്പറ്റി സർക്കാർ ഉദ്യോഗസ്ഥന് ഒരു ധാരണ വരുന്നത്. പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെൻറ്റ് സർവീസിൽ കയറിയ ആ വർഷം മുതൽ കയറുമ്പം തന്നെ ഡിക്ലെയർ ചെയ്യണം. ഡിസംബർ 31-നകം അത് കൊടുക്കണം. ജനുവരി 15 വരെ ഇപ്പോൾ സർക്കാർ പറയുന്നുണ്ട്. ഞങ്ങളൊക്കെ ഡിസംബർ 31-നകം ഡിക്ലെയർ ചെയ്യും. സ്വത്ത് സമ്പാദിച്ചാലും സ്വത്ത് സമ്പാദിച്ചില്ലെങ്കിലും ഡിക്ലറേഷൻ വേണം. കാരണം നീൽ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം എല്ലാ വർഷവും. നിങ്ങൾ 1 രൂപ പോലും സമ്പാദിച്ചിട്ടില്ലെങ്കിൽ നീൽ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം. നിങ്ങൾ പണം സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ വീട് വിറ്റു അല്ലെങ്കിൽ കുടുംബവസ്തു വിറ്റു, കുറച്ച് പണം വന്നു, അത് ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്തു, അല്ലെങ്കിൽ അത് ചിലവായിപ്പോയി, അല്ലെങ്കിൽ കടം നമ്മൾ വീട്ടി എങ്കിൽ ആ വിവരങ്ങൾ അതാത് പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെൻറ്റിൽ അതാത് വർഷം കൊടുത്തിരിക്കണം. എങ്കിലേ അത് ശരിയാവുള്ളൂ. പിന്നീട് സബ്സിക്വൻ്റായി ഒരു വിജിലൻസ് കേസിനകത്തോ അതുപോലെയുള്ള മറ്റേതെങ്കിലും കേസിനകത്ത് ഉൾപ്പെട്ട് കഴിയുമ്പം ഈ വിവരം ചോദിച്ചത് അന്നേരം അത് പൂരിപ്പിച്ചു കൊടുത്താൽ അത് വിലമതിക്കില്ല, അത് അവഗണിച്ച് തള്ളിക്കളയുകയും ചെയ്യും. സർക്കാർ ജീവനക്കാരുടെ സ്പാർക്ക് സോഫ്റ്റ്വെയർ മുഖേന ഡിക്ലെയർ ചെയ്യണമെന്നാണ് ഇപ്പോൾ വന്ന ഉത്തരവിൽ കണ്ടത്. കാരണം ഓരോരുത്തർക്കും ഓരോ സർക്കാർ ജീവനക്കാർക്കും ശമ്പളം വാങ്ങുന്നതെല്ലാം പെൻ അഡ്രസ്സ് ഉണ്ട് എല്ലാവർക്കും, PEN. അതുപോലെ തന്നെ സ്പാർക്ക് മുഖേനയാണ്, സോഫ്റ്റ്വെയർ മുഖേന ശമ്പളം വരുന്നതും. ആ സ്പാർക്കിൽ കൂടെ തന്നെ ഓൺലൈനിലായിട്ട് നിങ്ങളുടെ പ്രോപ്പർട്ടി ഡിക്ലെയർ ചെയ്യണം. നിങ്ങൾ പണം മുടക്കി വാങ്ങിച്ചില്ലെങ്കിലും ഹെറിഡിറ്ററി ആയിട്ട് ഭൂമി നിങ്ങൾക്ക് കുടുംബപരമായിട്ട് ലഭിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ പേരിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് എത്ര ഏക്കറാണെന്ന് 1 സെൻറ്റ് ആയാലും ശരി, 1 ഏക്കർ ആയാലും ശരി, 10 ഏക്കർ ആയാലും ശരി, അത് ഡിക്ലെയർ ചെയ്യണം. നിങ്ങളുടെ കുടുംബത്തിലെ വീട്ടുകാർക്ക് എല്ലാവർക്കും കൂടി ഏതെങ്കിലും പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഉണ്ടെങ്കിൽ അതിൽ നിങ്ങളൊരു പാർട്ട്ണറാണെങ്കിൽ അത് ഡിക്ലെയർ ചെയ്യണം. അതോടൊപ്പം തന്നെ ട്രസ്റ്റിന് ഏതെങ്കിലും ട്രസ്റ്റിൽ നിങ്ങൾ മെമ്പർ ആണെങ്കിൽ അവിടെ മണി ട്രാൻസാക്ഷൻ ഉണ്ടാവും. പലരും അമ്പലത്തിലെ ട്രസ്റ്റ്, പള്ളിയിലെ ട്രസ്റ്റ്, അങ്ങനെയുള്ള പൊതുക്കാര്യവുമായി ബന്ധപ്പെട്ട ചില ട്രസ്റ്റുകൾ, അങ്ങനെയൊക്കെ ഉള്ളതിൽ പലരും അംഗങ്ങളാവും. ആ വിവരങ്ങൾ ഡിക്ലെയർ ചെയ്യണം. കാരണം അങ്ങനെ ട്രസ്റ്റിലും ലിമിറ്റഡ് കമ്പനിയിലൊക്കെ ചേരുമ്പം ചിലപ്പം TADA നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങളുടെ വരുമാനത്തിനകത്ത് ഉൾപ്പെടുന്നതാണ്. അതുകൊണ്ട് നിങ്ങളുടെ ശമ്പളത്തിൻ്റെ ഒപ്പം അതുകൂടെ എല്ലാ മാസവും അല്ലെങ്കിൽ ആ സിറ്റിങ്ങിൽ ലഭിക്കുന്ന പൈസ TAD ആയിട്ട് കിട്ടുന്ന ഡിക്ലെയർ ചെയ്യണം. അതുകൊണ്ട് ഒരു പണം പോലും നിങ്ങൾക്ക് സർക്കാർ ജീവനക്കാരനെന്ന രീതിയിലല്ലാതെ ശമ്പളവും TA അല്ലാതെ ഏതെങ്കിലും രീതിയിലുള്ള പണം നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഡിക്ലെയർ ചെയ്യണം. 3 ലക്ഷത്തിൽ കൂടുതൽ നിങ്ങൾക്ക് ഒരു വരുമാനം ഉണ്ടെങ്കിൽ ഇൻകം ടാക്സ് കൊടുക്കുകയും ചെയ്യണം. അതേസമയത്ത് ശമ്പളത്തിലെ 7.5 ലക്ഷം രൂപ വരെ ശമ്പളം വാങ്ങുന്ന ഒരാൾക്ക് അത് ടാക്സ് കൊടുക്കേണ്ട ആവശ്യവും വരുന്നില്ല പുതിയ റെജീം അനുസരിച്ച്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിക്ലെയർ ചെയ്യുന്നുണ്ടെങ്കിൽ 3 ലക്ഷത്തിൽ കൂടുതലുള്ളതിന് നിങ്ങൾ ടാക്സ് കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ വാർഷിക വരുമാനം അഗ്രികൾച്ചർ ആയാലും ശരി അത് ഡിക്ലെയർ ചെയ്യണം. അഗ്രികൾച്ചർ വരുമാനം റബ്ബറൊക്കെ ഉള്ളവരുണ്ട്, ചെറിയ തോട്ടങ്ങളുള്ളവരുണ്ട്, ചില കാപ്പി തോട്ടം ഉള്ളവരുണ്ട്. അങ്ങനെയുള്ള കാർഷിക വരുമാനവും ഡിക്ലെയർ ചെയ്യാനും ടാക്സ് കൊടുക്കണ്ട. പക്ഷേ ആ വരുമാനം നിങ്ങളുടെ അതിൽ നിന്ന് സമ്പാദിച്ചു കഴിയുമ്പം ചിലപ്പം ഒരു വീട് വെച്ചായിരിക്കും, കാർഷിക വരുമാനം കൊണ്ട് ഒരു വീട് വെക്കും. അല്ലെങ്കിൽ റബ്ബർ വീട്ടിലുണ്ട്, നിങ്ങളുടെ ഷെയറിൽ ചിലപ്പോൾ 2 ഏക്കർ റബ്ബർ ഉണ്ടാവും. ആ റബ്ബറിൽ നിന്നുള്ള ആദായം നിങ്ങൾക്ക് വരുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ വീട് വെച്ചതെന്ന് സ്ഥാപിക്കണമെന്നുണ്ടെങ്കിൽ പിടി വീണ് കഴിയുമ്പം ആ പറഞ്ഞ വാദഗതിക്ക് പ്രസക്തിയില്ല. അതിനുമുമ്പ് ഓരോ വർഷവും കാർഷിക വരുമാനം നിങ്ങൾക്ക് 10,000 കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ 1 ലക്ഷം രൂപ കാർഷിക വരുമാനം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെൻറ്റിനകത്ത് അഗ്രികൾച്ചർ ഇൻകം നിങ്ങൾക്ക് കിട്ടിയത് ഇത്ര രൂപ ഉണ്ടെന്ന് എല്ലാ വർഷവും ഡിക്ലെയർ ചെയ്ത് പോകുന്നത് നിങ്ങൾക്ക് വളരെ നല്ലതാണ്. അതുകൊണ്ട് സർക്കാർ ജീവനക്കാർ ചെറിയ വരുമാനമായാലും ചിലപ്പോൾ ഒരു 50 മൂട് തെങ്ങുണ്ടാവും, അതിൻ്റെ അത് തേങ്ങ കിട്ടുന്നുണ്ടാവും.
എത്ര രൂപയായാലും 100 രൂപ കൂടുതലുള്ള നെഗ്ലിജിബിൾ എമൗണ്ട് അല്ലാത്തതെല്ലാം ഓരോ വർഷവും നിങ്ങൾ ഓരോ മാസം ചിലപ്പോൾ ആ വരുമാനം ഉണ്ടാവും, ചിലപ്പോൾ അത് ഒരു വർഷത്തിൽ അവസാനമാകുമ്പോൾ 1,00,000 രൂപയെങ്കിലും ചിലപ്പോൾ ഉണ്ടാവും. അപ്പോൾ ഒന്നും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഏത് വരുമാനം അഗ്രികൾച്ചർ ആയാലും ശരി അത് ഡിക്ലെയർ ചെയ്യണം. കാരണം നിങ്ങളുടെ ശമ്പളം കൂടാതെ നിങ്ങൾക്ക് അഗ്രികൾച്ചർ ഇൻകം ഉണ്ട്. അതുകൊണ്ടാണ് വീട്ടു ചിലവ് നടക്കുന്നത്. ശമ്പളം ഞാൻ സേവ് ചെയ്യുകയാണ്. ശമ്പളം സേവ് ചെയ്യുന്ന ആൾ കൈക്കൂലി വാങ്ങിച്ചാണ് മറ്റു കാര്യങ്ങൾ നടത്തുന്നതെന്ന് പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മറ്റ് ഇൻകം നമ്മൾ ഡിക്ലെയർ ചെയ്യേണ്ടത് കാര്യം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഡിബെഞ്ചർ അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിനകത്തുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഒരു വരുമാനം കിട്ടാൻ വേണ്ടി ചിലപ്പോൾ മുടക്കിയിട്ടുണ്ട്. അതിൽ നിന്ന് വരുന്ന ഇൻകവും അതും ഡിക്ലെയർ ചെയ്യണം. സർവ്വ സ്വത്ത് സുവിവരങ്ങളും പൂർവികന്മാർ തന്നതാണെങ്കിലും ശരി, നിങ്ങളുടെ പേരിൽ നിങ്ങൾ പണം മുടക്കാതെയാണെങ്കിൽ നിങ്ങളുടെ പേരിൽ 1 ഏക്കറോ അല്ലെങ്കിൽ ഒരു വീടോ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ ഉദ്ദേശം അത് നിങ്ങൾ തന്നെ അസസ് ചെയ്താൽ മതി. എനിക്ക് എൻ്റെ ഒരു 30,00,000 രൂപയുടെ വീട് എൻ്റെ പിതാവ് എനിക്ക് തന്നിട്ടുണ്ട്, അത് ഡിക്ലെയർ ചെയ്യണം. അങ്ങനെ ഓരോ പ്രോപ്പർട്ടിയും നിങ്ങൾക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയാലും ശരി, നിങ്ങൾ ജോലി ചെയ്ത് ഉണ്ടാക്കിയാലും ശരി, അത് ഡിക്ലെയർ ചെയ്യാൻ സർക്കാർ ഉദ്യോഗസ്ഥർ മടിക്കരുത്. കാരണം ഒരു വിജിലൻസ് കേസിനകത്ത് പലരും എല്ലാ മാസവും ഒരു 10, 15, 20 പേരെങ്കിലും കേരളത്തിൽ വിജിലൻസ് കേസിനകത്ത് വരുന്നുണ്ട്. അവരാരും പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തായിട്ട് കാണുന്നില്ല. നിങ്ങൾക്ക് വരുമാനം ഇല്ലാത്തതുകൊണ്ടാണ് കൊടുക്കാതിരിക്കുന്നത് എന്ന് പറയുന്നതിന് ആ വാദഗതിയോട് യോജിക്കാൻ കഴിയില്ല. വരുമാനമില്ലെങ്കിൽ നിൽ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണമെന്നാണ് സർക്കാർ ചട്ടം. അതുകൊണ്ട് സർക്കാർ ഉദ്യോഗസ്ഥർ ഇത് മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഈ പുതിയ നിയമം അനുസരിച്ച്, ഇപ്പോഴിറങ്ങിയ നിയമം അനുസരിച്ച് നേരത്തെ ഉണ്ടായ നിയമത്തെക്കാളും 2-3 കാര്യങ്ങളും വ്യത്യസ്തമായി സർക്കാർ പറയുന്നുണ്ട്. ഒന്ന്, സ്ഥാനക്കയറ്റം നിങ്ങൾക്ക് ലഭിക്കില്ല. ഈ പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെൻറ്റ് കൃത്യമായിട്ട് കൊടുത്തില്ലെങ്കിൽ 1 വർഷമെങ്കിലും മുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ഥാനം കയറ്റം ലഭിക്കില്ല. സ്ഥലം മാറ്റത്തിന് നിങ്ങൾക്ക് അവകാശം ഉണ്ടാവില്ല. ഇത് പുതിയ ഈ ഓർഡറിനകത്ത് അത് കാണുന്നുണ്ട്. അതുകൊണ്ട് കൃത്യസമയത്ത് നിങ്ങൾക്ക് അല്ലെങ്കിൽ സ്ഥലമാറ്റം വേണമെങ്കിൽ 3 വർഷം ഒരു യൂണിറ്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ വേറൊരു യൂണിറ്റിൽ പോകാമെങ്കിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെൻറ്റ് കൃത്യമായിട്ട് കൊടുത്തിരിക്കണം. അതുപോലെ തന്നെ പ്രൊമോഷൻ കിട്ടാനായിട്ടും നിങ്ങൾ ആ ടൈമിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ, ഇത് കാരണം നിങ്ങളുടെ കൂടെയുള്ളവർ ചിലപ്പം പ്രൊമോഷൻ കിട്ടിപ്പോവും, നിങ്ങൾ താഴെ തന്നെ നിൽക്കും. അവരേലും സീനിയർ ആയിരിക്കും ചിലപ്പം നിങ്ങൾ. പക്ഷേ കൃത്യമായി ഇത് കൊടുത്തില്ലെങ്കിൽ ആ സ്ഥാനക്കയറ്റം ലഭിക്കില്ല എന്ന് മനസ്സിലാക്കിക്കോളൂ. അതുകൊണ്ട് സ്പാർക്ക് സോഫ്റ്റ്വെയറിലെ പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ്, ഇൻകം, പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട് നിങ്ങൾ താമസിക്കുന്ന നിങ്ങളുടെ പേരിലുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാര്യയുടെ ആയാലും ശരി ഡിക്ലെയർ ചെയ്യുന്നതാണ് നല്ലത്. നിങ്ങളുടെ മക്കളുടെ പേരിലായാലും ശരി ഡിക്ലെയർ ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഇതെല്ലാം കൂട്ടിക്കൊഴിഞ്ഞ് നിങ്ങൾ കൊടുത്ത പണം കൊണ്ടാണ് ഭാര്യ ആ വീട് സ്ഥാപിച്ചെന്ന് അങ്ങനെയുള്ള കാര്യത്തിന് ഭാര്യയ്ക്ക് ഇൻകം ഉണ്ടെങ്കിൽ ഡിക്ലെയർ ചെയ്യണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഭാര്യയുടെ ഇൻകം ഡിക്ലെയർ ചെയ്യുന്നത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല കാര്യമാണ്. മകന് നിങ്ങൾ ഒന്നിച്ചാണോ താമസിക്കുന്ന മകൻ്റെ ഇൻകം ഡിക്ലെയർ ചെയ്തോളൂ, അയാളുടെ ഇൻകമായിട്ട് പൊക്കോളൂ. മകന് പ്രതിമാസം ഒരു 30,000, 40,000 രൂപ ലഭിക്കുന്നുണ്ട്, നിങ്ങൾ ഡിക്ലെയർ ചെയ്ത് അത് ഹാം ചെയ്യുന്ന കാര്യങ്ങളൊന്നുമല്ല. നിങ്ങളുടെ വരുമാനത്തിൽ കൂടാതെ വരുമാനം നിങ്ങളുടെ വീട്ടിലുണ്ട് എന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി മാത്രമാണ് ഞാനത് പറയുന്നത്. അതുകൊണ്ട് സർക്കാർ ഉദ്യോഗസ്ഥർ ഡെയിലി വേജസ് ആയാലും കൊടുക്കണ്ട, അല്ലെങ്കിൽ പാർട്ട് ടൈം ആൾക്കാർക്ക് കൊടുക്കണ്ട. സ്ഥിരമായി പെർമനൻ്റായി സർക്കാർ ജീവനക്കാരനാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും സ്പാർക്കിൻ്റെ സോഫ്റ്റ്വെയർ മുഖേന നിങ്ങൾ പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം.